ഖുർആന്റെ വാർഷിക മാസമായ പവിത്രമായ റമളാൻ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട പവിത്ര റമളാൻ, ബദരീങ്ങളുടെ ബദർ ദിനം ഉൾപ്പെട്ട റമളാൻ, അവ്വലുഹു റഹ്മ, അതിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 ദിനങ്ങളാണെന്നും നടുവിലത്തെ 10 ദിനങ്ങൾ അത് മഅഫറത്തിന്റെ ദിനങ്ങളാണെന്നും വാഹിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 ദിനങ്ങൾ അള്ളാഹു അവന്റെ ഇബാദിന് നരകമോചനം നൽകുന്ന ശ്രേഷ്ഠമായ 10 ദിനങ്ങളാണെന്നും ഇങ്ങനെ 10 ദിവസങ്ങളെ പരിചയപ്പെടുത്തി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു കനിഞ്ഞരുളിയ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമളാനെ ഉമ്മ പ്രസവിച്ച കുഞ്ഞുമക്കളുടെ ഹൃദയം പോലെ പവിത്രമായ ഹൃദയത്തോടെ വിശുദ്ധ റമളാനെ സ്വീകരിക്കാനും വരവേൽക്കാനും ആ റമളാനെ ഖൈറാത്തുകളെ കൊണ്ട് ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് അതിനെ ധന്യമാക്കാനും നമുക്ക് കഴിയണം. പരിശുദ്ധ റമളാന്റെ ആദരവിന് നിരക്കാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ ഇടപെടലോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പരിശുദ്ധമായ റമളാനിലെ നോമ്പ് ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി എന്നാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്. ആ തഖ്വ അത് നേടിയെടുക്കലാവണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ആ പരിശുദ്ധി നഷ്ടപ്പെടുന്ന ഒന്നും കളവോ എഴുപത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ ഒന്നും നമ്മളില്ലാതെ, നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നോമ്പ് നഷ്ടപ്പെടുന്ന ഒന്നും നമ്മളില്ലാതെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാനെ ഖുർആന്റെ വാർഷിക മാസമായതിനാൽ ധാരാളം ഖത്മാത്തുകൾ ഖുർആൻ ഓതാൻ വേണ്ടി നാം സമയം കാണണം. നാം ഇവിടെ പരാമർശിച്ച നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാഹ് റമളാൻ അല്ലാത്ത സമയങ്ങളിലൊക്കെ ദിവസം ഓരോ ഖത്മ ഖുർആൻ ഓതും. റമളാനായി കഴിഞ്ഞാൽ മഹാനവറുകൾ ദിവസം 2 ഖത്മ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തിരുന്നു. അത് അവരുടെ ഒരു കറാമത്തിന്റെ വലിയ ഭാഗമാണ്. നമുക്ക് റമളാൻ 1 തുടങ്ങി 30 ആകുമ്പോഴേക്കും ഒരു ഖത്മെങ്കിലും ഖുർആൻ നാം പാരായണം ചെയ്ത്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഇസ്ലാമിന്റെ ഭരണഘടനയാണ്, റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നെന്നും നിലനിൽക്കുന്നതുമായ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആഖിറത്തിൽ സാക്ഷി നിൽക്കണം. അതിന് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നല്ല ജീവിതം നയിക്കാൻ നാം തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.